അവരുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. വോട്ടർ പട്ടികയിൽ തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഭാവിയിൽ കൂടുതൽ വോട്ട് വാങ്ങിയാലും ജയിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളെല്ലാം തന്നെ ഈ കാര്യത്തിൽ യോജിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ്. കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. തെരുവിലേക്ക് സമരം വരിക എന്നത് സ്വാഭാവികമായും ഇന്ത്യ ആകെ ഇനി ഈ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അതിനൊരു മുന്നോടിയായി കൂടിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 21 പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ എംപിമാർ പങ്കെടുക്കുന്ന ഈ പാർലമെന്റിലെയും മകരദ്വാരത്തിൽ നിന്നും ആ മാർച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് അശോക റോഡിലെ ആ ആസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. പോലീസ് തടഞ്ഞ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞു. ചില എംപിമാരൊക്കെ, ചെറുപ്പക്കാരായ എംപിമാർ, വനിതാ എംപിമാരടക്കം ബാരിക്കേഡിന് മുകളിൽ കയറിയതും ബാരിക്കേഡ് മറികടന്നുമൊക്കെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കുത്തിയിരുന്ന് സമരം ചെയ്യുന്നുണ്ട്. വളരെ മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ ഫാറൂഖ് അബ്ദുള്ള അടക്കമുള്ള 80 കഴിഞ്ഞ നേതാക്കളൊക്കെ റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും രാജ്യം കണ്ട പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു സമരമായി, അല്ലെങ്കിൽ എല്ലാ പാർട്ടികളുടെയും, എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രാതിനിധ്യമുള്ള ഒരു സമരമായി കൂടി ഇത് മാറുകയാണ്. ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കൃത്യമായി പ്രവചിക്കാനാവില്ല. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഐക്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം ഓരോ പാർട്ടിയുടെയും ഭാവിയെ ബന്ധപ്പെട്ട വിഷയം കൂടി ആയതിനാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഇക്കാര്യത്തിൽ നിന്ന് അടർത്തി മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുമായി ധാരണയുണ്ടാക്കാനോ ഒക്കെ ഉള്ള നീക്കത്തിന് അങ്ങനെ നീക്കം BJPക്ക് നടത്തുന്നതിന് പ്രയാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയിലെ വോട്ടർമാരുടെ മുന്നിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചത് ഇങ്ങനെ വോട്ടർ പട്ടികയിൽ തട്ടിപ്പ് നടത്തിയാണ്, അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് എന്നുള്ള അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ വാഹനത്തിൽ കയറുന്നത് കാണുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണോ കിരൺ? അതെ, പോലീസ് അറസ്റ്റ് ചെയ്ത് നേതാക്കളെ നീക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ പാർലമെന്റിന് കവാടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി മീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് തന്നെ ഈ ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ഈ എംപിമാരെ എല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മുഴുവൻ എംപിമാരും അറസ്റ്റ് വരിക്കാനാണ് തീരുമാനം എന്നത് കരുതുന്നു. എന്തായാലും എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഇത്തരമൊരു സമരം രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിക്കാൻ കൂടി ഉദ്ദേശിച്ചു തന്നെയാണ് ഇത്തരമൊരു സമരം പ്രതിപക്ഷ പാർട്ടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അറസ്റ്റും പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റും നടക്കുന്നുണ്ട്. കാര്യമായ പ്രതിഷേധങ്ങളില്ലാതെ തന്നെ പോലീസ് എംപിമാർ ഈ അറസ്റ്റിന് വഴങ്ങുകയാണ്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് അതീവ ഗൗരവമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സമരം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഈ അറസ്റ്റോടുകൂടി നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. ഇതിനിടെ ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുഴുവൻ നേതാക്കളെയും കാണണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ചു പേർക്ക് അവസരം ഒരുക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച എപ്പോഴത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. പക്ഷേ ഇനി ഈ സമരത്തിനെ പൂർണ്ണമായും മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുകയും പ്രധാനപ്പെട്ട നേതാക്കളെ ആകെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് അത്ര ഒരു ചർച്ച നടക്കുക എന്നുള്ള ചില ആശങ്കകളുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും ആവില്ല. അതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച അവരുടെ രേഖകളെല്ലാം ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം മാത്രമേ ഇവരെ വിടാൻ കഴിയൂ. അതിന് നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിന് ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. എന്തായാലും ഇന്ന് വൈകുന്നേരം AICCയുടെ യോഗമുണ്ട്. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് എല്ലാ പാർട്ടികളെയും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന വിഷയത്തിലടക്കം തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ഇന്ന് രാത്രി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഈ നേതാക്കൾക്കായി, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കായി ഒരു അത്താഴ വിരുന്ന് കൂടി ഒരുക്കിയിട്ടുണ്ട്. ഒരു വിരുന്നിന് അപ്പുറത്തേക്ക് ഈ സമയത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും യോജിച്ച ഒരു തീരുമാനത്തിലേക്ക്, ഭാവി നടപടികൾ സംബന്ധിച്ച് യോജിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനും വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. 30 എംപിമാരെ കടത്തിവിടാമെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. ഈ ബാരിക്കേഡിനപ്പുറത്തേക്ക് 30 പേരെ കടത്തിവിടാമെന്ന് പറഞ്ഞു. 30 പേരുമായി കൂടിക്കാഴ്ച നടത്താമെന്നായിരുന്നു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് വഴങ്ങാതെ വന്നതോടെയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് വരിക്കൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡീൻ കുര്യാക്കോസും അഖിലേഷ് യാദവും അടക്കമുള്ള നേതാക്കൾ ബാരിക്കേഡ് ചാടിക്കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ കാണാമായിരുന്നു. എന്തായാലും ഇപ്പോൾ നേതാക്കളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതായത് സമരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഇനി ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം
ശേഷമായിരിക്കും വിട്ടയക്കുന്നത്. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, TMC, DMK, AAP, RJD, NCP, SP, ശിവസേന, ഉദ്ധവ് വിഭാഗം, അങ്ങനെ നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ പാർട്ടികളെല്ലാം പങ്കെടുക്കുന്ന ഒരു മാർച്ച് എന്നത് ഏറ്റവും ശ്രദ്ധേയമായൊരു നീക്കമാണ്. ഒരുപക്ഷെ ഇങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതിൽ ഈ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ ആരോപണങ്ങൾ. ഇതിപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് ഈ വോട്ടർ പട്ടിക ക്രമക്കേട് അല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ആ ഒരൊറ്റ ആരോപണത്തിന് കീഴിൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആം ആദ്മി പാർട്ടിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കോൺഗ്രസുമായി പിരിഞ്ഞ് പോയതാണ്. അവരെ കൂടി കൊണ്ടുവന്ന് ഈ നിരയിൽ നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പൊതുവിഷയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക് പോയിന്റ് അതായിരുന്നു. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതു ആവശ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു പൊതു കാരണത്തിന് മുന്നിലേക്ക് എല്ലാവരെയും കൊണ്ടു നിർത്താൻ കഴിയാതെ ആ സമയത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ ഒരു സഖ്യത്തിൽ വിള്ളലുണ്ടായി. പലരും പല വശങ്ങളിലേക്ക് മാറിപ്പോയി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നമ്മൾ കണ്ടത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും എങ്ങനെയാണ് BJP ജയിച്ചത്? BJP കാര്യമായി ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല 2019 ഇങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്, അതിലൊക്കെ ഇനി അന്വേഷണം നടത്തും എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നഷ്ടമുണ്ടായ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇവരെല്ലാവരെയും ഒന്നിച്ച് ഇന്ന് അണിനിരത്താൻ കഴിഞ്ഞു. ഇത് എത്രത്തോളം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതായിരിക്കും ഏറ്റവും പ്രധാനം. പക്ഷേ ഈ ഒരു നീക്കം BJPയെ സംബന്ധിച്ച് എത്രത്തോളം വലിയ വെല്ലുവിളിയാവുന്നുണ്ട്? ശ്രീജ, എല്ലാവർക്കും ഉണ്ടായി എന്നത് മാത്രമല്ല, ഭാവിയിലേക്ക് അവരുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണിത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും ഈ പാർട്ടികൾക്കെല്ലാം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സമാനമായ രീതിയിലേക്കുള്ള അട്ടിമറി നടന്നു എന്നതൊക്കെ അവർക്ക് കരുതേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളെല്ലാം തന്നെ ഈ യോജിച്ച് നിൽക്കുന്നത്. ഈ കാര്യത്തിൽ അവർക്ക് മറ്റു പല വിഷയങ്ങളിലും ഓരോ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികൾക്കെല്ലാം ഓരോരോ സംസ്ഥാനങ്ങൾ പ്രധാനമാണ്. ആ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പാർട്ടികളാണ്. TMC ആണെങ്കിൽ ബംഗാൾ, അതോടൊപ്പം തന്നെ DMK ആണെങ്കിൽ തമിഴ്നാട്, ഇനി NCP ആണെങ്കിൽ മഹാരാഷ്ട്ര, RJD ആണെങ്കിൽ ബീഹാർ. അങ്ങനെ ഈ പാർട്ടികൾക്കെല്ലാം തന്നെ സംസ്ഥാന താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. ആ സംസ്ഥാന താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉള്ള യോജിപ്പ് ഈ പാർട്ടികളുടെ നിലനിൽപ്പിനെയും അവരുടെ വിജയത്തെയും ഒക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു യോജിപ്പിന് പല വിഷയങ്ങളും എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെയല്ല. എല്ലാ പാർട്ടികളുടെയും ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഈ വിഷയം പഠിച്ച് അവതരിപ്പിച്ച് അതിന് കൊണ്ടുവന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ബാക്കി ഒപ്പം നിർത്താൻ വേണ്ടി കാര്യമായ പരിശ്രമം കോൺഗ്രസിന് വേണ്ടി വന്നില്ല എന്ന് വേണം കരുതാൻ. മുൻപൊക്കെ കോൺഗ്രസ് മറ്റ് പാർട്ടികളൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി വലിയ പരിശ്രമം ഏറ്റെടുക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെ കാര്യമായ പരിശ്രമമില്ലാതെ തന്നെ ഈ പാർട്ടികളെല്ലാം തന്നെ ഈ കോസിന് വേണ്ടി ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടികൾക്ക് ഇതുവരെ നഷ്ടമുണ്ടായി എന്നത് മാത്രമല്ല, ഭാവിയിൽ ഇതിനേക്കാളും വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക ഈ പാർട്ടികൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളെല്ലാം തന്നെ യോജിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 300-ലധികം MPമാർ പങ്കെടുക്കുന്ന, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന, ഇന്ത്യയിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ എന്നൊക്കെ പറയാൻ കഴിയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും ഫാറൂഖ് അബ്ദുള്ളയും അടക്കമുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ മാർച്ചാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഈ മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് തന്നെ തടഞ്ഞിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്ന് പിന്നെയും ഏകദേശം 1 കിലോമീറ്റർ അടക്കെങ്കിലും ഉണ്ട്.